അഷ്ടപതി രചിച്ചത് ഭഗവാന്റെ ഭക്തനും ശുദ്ധനും അതിലുപരി കണ്ണൻ ഹൃദയത്തിലേറ്റിയ ആളുമായ ശ്രീ ജയദേവ കവികൾ ആയിരുന്നു. ഒരിക്കൽ പുരി ജഗന്നാഥ ക്ഷേത്ര ദർശനത്തിന് പോയ ശ്രീ ജയദേവന് കൃഷ്ണനും രാധയുമായുള്ള വൃന്ദാവന കേളികളുടെ സ്വപ്ന ദർശനമുണ്ടാവുകയും അദ്ദേഹം അത് കവിത ആക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ജയദേവൻ ഭക്തിരസത്തിൽ മുഴുകി രാധയുമായുള്ള കണ്ണൻ്റെ ലീലകൾ എഴുതിക്കൊണ്ടിരിക്കെ ഒരു കവിതയുടെ വരികൾ എത്ര ആലോചിച്ചിട്ടും എഴുതാനായില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്മാവതി അദ്ദേഹത്തിനോട് ഗംഗയിൽ പോയി കുളിച്ച് പൂജാ പ്രാർത്ഥനകൾ നടത്തി കണ്ണനോട് പ്രാർത്ഥിച്ചാൽ അത് സാധ്യമാകും എന്ന് പറഞ്ഞു. ജയദേവൻ ഈ ആശയം സ്വാഗതം ചെയ്ത് ഗംഗ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കുറച്ചകലെയാണ്. അദ്ദേഹം സ്നാനത്തിനായി പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ മുറ്റത്തു നിന്നും പത്മ ഇങ്ങോട്ട് വരൂ എന്ന വിളി കേട്ട് അവർ ഓടിയിറങ്ങി ചെന്നപ്പോൾ കുളിക്കാനായി ഗംഗയിലേക്ക് പോയ ജയദേവൻ മുറ്റത്തു നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പത്മ, സ്നാനത്തിനായി പോകുമ്പോൾ എനിക്ക് ആ 2 വരി എഴുതാനുള്ള പ്രാസം ഓർമ്മ വന്നു. ആ ഓല ഇങ്ങെടുക്കൂ, മറക്കുന്നതിന് മുമ്പ് എഴുതട്ടെ. അവർ ഓല എടുത്തു കൊടുത്തു. അദ്ദേഹം അത് പൂർത്തീകരിച്ചു. ഇനി ഞാൻ സ്നാനം കഴിക്കുക എന്നത് ഇവിടെ തന്നെയാണ്, ആഹാരം എടുത്തു വയ്ക്കൂ എന്ന് പറഞ്ഞ് കുളിക്കാനായി പോയി. വേഗം കുളി കഴിഞ്ഞ് വന്ന് പത്മ ആഹാരം വിളമ്പി കൊടുത്തിരുന്നു. അദ്ദേഹം ആഹാരം കഴിച്ചെണീറ്റ് അല്പം വിശ്രമിക്കാനായി പോയി. പത്മാവതി പതിവ് പോലെ ഭർത്താവ് കഴിച്ചെണീറ്റ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുറ്റത്തു നിന്നും പത്മ എന്ന് വിളിച്ചുകൊണ്ട് ആരോ കതകിൽ മുട്ടുന്നു. അവർ എണീറ്റ് പോയി നോക്കിയപ്പോൾ ജയദേവൻ ഗംഗാസ്നാനം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇത് ജയദേവനെങ്കിൽ അകത്ത് ഉറങ്ങുന്നതും കവിത എഴുതിയതും ഭക്ഷണം കൊടുത്തതൊക്കെ ആർക്ക് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി. അവർ പുറത്തു നിൽക്കുന്ന ആളിനോട് അത്ഭുതത്തോടെ അങ്ങ് ആരാണെന്ന് ചോദിച്ചു. പത്മയ്ക്ക് എന്ത് പറ്റിയെന്ന അത്ഭുതത്തോടെ ജയദേവൻ തിരിച്ചും ചോദിച്ചു. പത്മ ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചു പറഞ്ഞു. വരൂ, അദ്ദേഹത്തെ കാണിക്കാമെന്നും പറഞ്ഞു. എന്നാൽ അവിടെ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. പത്മയ്ക്ക് തോന്നിയതാവുന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചത്. ഉടൻ തന്നെ ഗീതാഗോവിന്ദം എഴുതിയ ഓല എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. ജയദേവൻ അത്ഭുതത്തോടെയും അതിലുപരി ആനന്ദ കണ്ണീരിലൂടെയും ആ അത്ഭുതം ദർശിച്ചു. പൂർത്തിയാക്കാൻ കഴിയാത്ത വിട്ടുപോയ വരി ആരോ എഴുതി ചേർത്തിരിക്കുന്നു, അതും അതിമനോഹരമായി. സാക്ഷാൽ ഭഗവാനാണ് അത് പൂർത്തീകരിച്ചതെന്ന് ജയദേവന് മനസ്സിലായി. ആ സംഭവത്തിന് ശേഷം അദ്ദേഹം പൂർണ്ണമായ സാധനയോടുകൂടി ഗീതാഗോവിന്ദം പൂർത്തീകരിച്ചു. ഗീതാഗോവിന്ദത്തിലെ ഓരോ വരികളും കണ്ണന് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്.